CP വധക്കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതി വിധി വന്ന അന്ന് ഇവിടുത്തെ CPM-ന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ ഇവിടെ വായിക്കാം. കോടതി കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും ജനം കുറ്റവാളിയായി കരുതിയാലും പ്രതി ഞങ്ങളുടെ പാർട്ടിക്ക് കേവലം കുറ്റാരോപിതൻ മാത്രമാണ്. ഞങ്ങൾ അത് അംഗീകരിക്കില്ല. ഈ ഡയലോഗ് പറയുന്നത് കേരളത്തിലെ ഭരണകക്ഷിയിലിരിക്കുന്ന നേതാക്കളാണ്. ഒരു നേതാവിന്റെയാണ് ഞാൻ കേട്ടത്. പിന്നീട് പല ചാനൽ ചർച്ചകളിലും അവരിത് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോ ജനാധിപത്യം എന്ന് പറയുന്ന സംഗതിയിലെ പ്രിവിലേജ് എന്ന് പറയുന്നതിനെ, രാഷ്ട്രീയക്കാർക്കുള്ള പ്രിവിലേജിനെ ദുരുപയോഗം ചെയ്യുകയാണ് ഈ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ED ഒക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഈ ദുരുപയോഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണ് ഈ ED? എന്താണ് EDയുടെ അധികാര പരിധി? അവരൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമോ ഒരു ജുഡീഷ്യൽ സ്ഥാപനമോ അല്ല. അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. അവർ ചോദ്യം ചെയ്തിട്ട് എത്ര പേരെ നമ്മൾ അനാവശ്യമായി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേരളത്തിലെ അനുഭവം വെച്ച് നോക്കിയാൽ, അവരെ കരുവന്നൂരിലെ 400 കോടി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ശ്രീ MK കണ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ഒന്നും ഉണ്ടായില്ല. ചോദ്യം ചെയ്ത് വിട്ടയച്ചു. CPM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ചോദ്യം ചെയ്തു, വിട്ടയച്ചു. പക്ഷേ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന ഒരു കൊടും കുറ്റവാളിയെ അവരൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. കാരണം അവർ ചോദ്യം ചെയ്തപ്പോൾ കൃത്യമായ തെളിവുകൾ, അവർ സ്വരൂപിച്ച തെളിവുകളില് ഈ അരവിന്ദാക്ഷൻ എന്ന് പറയുന്ന വ്യക്തി ഈ 400 കോടി രൂപയെ മുക്കിയതുമായിട്ടും അവിടുത്തെ കള്ളപ്പണം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതുമായിട്ടുള്ള തെളിവ് കിട്ടി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയക്കാര് ഈ EDയെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം നോക്കാം. KT ജലീല് മറ്റേ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് മറ്റേ ഖുറാനിലും ഈത്തപ്പഴത്തിലൊക്കെ സ്വർണം കടത്തി എന്നുള്ള ആരോപണത്തിന്റെ പേരിൽ KT ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. ED അറസ്റ്റ് ചെയ്തില്ല. ഇനി ഈ കാർത്തികേയൻ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് ലാവലിൻ കേസാണ് എന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അദ്ദേഹത്തെ ചെന്നൈയിലേക്കാണ് ആര് CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അദ്ദേഹം അവിടെ പോയി ചോദ്യം ചെയ്യലിന് വിധേയമായി തിരിച്ചു വന്നു. ഈ VS ശിവകുമാർ എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ നേതാവിനെ ഇതേ CPI എന്തോ അദ്ദേഹം ഭക്ഷ്യവകുപ്പിലെ ക്ഷമിക്കുന്ന ആരോഗ്യ വകുപ്പിലിരിക്കുന്ന സമയത്തിന്റെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹം ചോദ്യം ചെയ്തിട്ട് തിരിച്ചു വന്നു. ക്ഷമിക്കണം, ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അദ്ദേഹം ചോദ്യം. അപ്പൊ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ EDക്ക് അറസ്റ്റ് ചെയ്യാം. കാരണം എന്താ? മിനിമം ആ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു 21 ദിവസം ഇവരെ ജയിലിലിടാൻ EDക്ക് അധികാരമുണ്ട്. കാരണം അറസ്റ്റ് ചെയ്ത വ്യക്തിയെ റിമാൻഡിൽ വെച്ചിട്ട് പെട്ടെന്നൊന്നും ജാമ്യം കൊടുക്കാൻ ഏത് കോടതിയും തയ്യാറാവില്ല. അത് സുപ്രീം കോടതി വരെ പോവുകയാണെങ്കിൽ മിനിമം ഒരു 45 ദിവസത്തെ കാലാവധി ഇവരെ അകത്തിടാം. അപ്പൊ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞ പേരുകളിൽ നിന്നും എന്ത് പ്രിവിലേജാണ് ഈ തോമസ് ഐസക്കിനും ഈ അരവിന്ദ് കെജ്രിവാളിനും ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. അപ്പൊ ഈ ആവശ്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ അവരൊക്കെ ഏത് നിലയിലാണ് കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നു, കൊടകര കുഴൽപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് K. സുരേന്ദ്രൻ, കേരളത്തിലെ അറിയപ്പെടുന്ന BJPയുടെ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ പ്രതിനിധിയായിട്ട് കാണേണ്ട വ്യക്തിയാണ്. അദ്ദേഹം ഹാജരായി. അപ്പൊ ഈ തോമസ് ഐസക്കിനെ എന്തുകൊണ്ട് ഒന്ന് ഹാജരായിട്ട് എന്താണ് ഇതിൽ നഷ്ടപ്പെടാനുള്ളത്? ചോദ്യം ചെയ്യുമ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ഒരാൾക്കാർക്ക് ശാരീരിക മർദ്ദനം നൽകാൻ വേണ്ടിയിട്ട് ED തയ്യാറാകുമോ? ഇല്ല. അപ്പൊ ഇവരൊക്കെ തങ്ങൾക്കുള്ള അറസ്റ്റ് ചെയ്യില്ലെന്ന ഉറപ്പ് നൽകിയിട്ടും തോമസ് ഐസക് ആ ഭാഗത്തോട്ട് പോകുന്നില്ല. കോടതിയെ എനിക്ക് കുറ്റം പറയാനോ കോടതിയെ വിമർശിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോടതി ലക്ഷ്യമാണ്. പക്ഷെ കോടതി ആ ചോദിച്ച ചോദ്യം വീഴ്ത്തി ഇന്ത്യൻ ജനാധിപത്യത്തിലെ സാധാരണക്കാരായ MK ഹരിദാസ് അടക്കമുള്ള നികുതിദായകർക്ക് അങ്ങേയറ്റ അപമാനകരമായിട്ടുള്ള ചോദ്യമാണ് കോടതി ചോദിച്ചത്. ഒരു ദിവസം ഒന്ന് ഹാജരായി കൂടെ? തോമസ് ഐസക്കിന് എന്തിനാണത് ഇത്ര? എന്താണ് അനിൽ നമ്പ്യാർ ഈ കേൾക്കുന്നത്? ഹാജരാകണം എന്ന് ആ ജഡ്ജി പറഞ്ഞിരുന്നുവെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ, നമ്മുടെ രാജ്യത്ത് നമ്മൾ പറയില്ലേ, എന്നെ പോലുള്ളവർക്ക് അങ്ങേയറ്റം ആവേശം പകരുമായിരുന്നു. കാരണം MK ഹരിദാസിന്റെ കേസാണ് കോടതി പരിഗണിച്ചു കഴിഞ്ഞാൽ ആ കേസ് തള്ളിയിട്ട് പോയി അറസ്റ്റിന് ഹാജരാവാൻ പറയില്ലേ? അപ്പൊ ഇവിടെ തുല്യതയാണ്. അതായത് ജനാധിപത്യത്തിലെ MK ഹരിദാസും തോമസ് ഐസക്കും അരവിന്ദ് കെജ്രിവാളും ഒക്കെ തുല്യതയാണ്. പക്ഷെ എന്താണ് കോടതിക്ക് ആ വാക്ക് ഞാൻ 4-5 പ്രാവശ്യം വായിച്ചു. ഞാൻ പത്രത്തിലും അതുമാതിരി തന്നെ TV-യിലൊക്കെ ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ഹാജരായി കൂടെ എന്ന് കോടതി ചോദിക്കുമ്പോ അത് ഇവിടുത്തെ സാധാരണക്കാരന്റെ നെഞ്ഞത്ത് കുത്തിയിറക്കുന്ന ഒരു കത്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നാളെ ഇതിന്റെ പേരിൽ എനിക്ക് കോടതിയലക്ഷ്യ കേസ് നേരിടേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. കാരണം കോടതിയെ വിമർശിക്കാൻ പാടില്ല. പക്ഷെ കോടതിയുടെ ഒരു ഉത്തരവിലൊരു വരി എനിക്ക് അങ്ങേയറ്റം വേദന ഉണ്ടായി.